ചാനൽ പ്രോഗ്രസ് കഴിച്ചപ്പോൾ പിന്നെയും പ്രോഗ്രസ് അങ്ങനെ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ പറ്റുന്നില്ല. അത് കുറേ നേരമൊക്കെ ഇന്ന് കൂടെ ഒക്കെ ഇരുന്നിട്ട് നമ്മൾ കുറച്ചുകൂടെ നല്ല സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെയൊക്കെ ആക്കി ഒരു നിലഗുണം എക്സ്ട്രാ നമ്മൾ മണ്ടക്കൊണ്ട് പണിത്. അപ്പോൾ അതാണ് നമ്മൾ കൊണ്ടുവന്ന പ്രോഗ്രസ്. ഇത് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഇത് ഇവിടെ ഒരു ബ്രിഡ്ജ് ഫാം ഉണ്ടാക്കാൻ നോക്കിയതാണ്. അതവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ വീഡിയോ ഉണ്ടാക്കിയേക്കുന്നത്. ഞാനപ്പോൾ ഇന്ന് ഇരുന്നിങ്ങനെ ഉണ്ടാക്കുമായിരുന്നു. അങ്ങനെ ഇതാണ് നമ്മൾ പണിതേക്കുന്ന വീട്. ഇതിൽ ചെറിയൊരു സീക്രട്ടൊക്കെ ഉണ്ടാക്കുക, ഞാൻ നിങ്ങൾക്ക് പറയാം. പിന്നെ ഇതാണ് നമ്മൾ പണിത ഒരു ബ്രിഡ്ജിൻ്റെ ഒരു ഫാം പോലെ ഞാൻ പണിതയാണിത്. ജസ്റ്റ് ഒരു ഫാം പോലെ ഒന്ന് പണിത് വെച്ചതാണ്. വലിയ കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് പണിതന്നേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ അത്രയാണ് ഞാൻ കൊണ്ടുവന്നത്. പിന്നെ ഞാൻ കുറേ ഫുഡൊക്കെ ചെയ്ത് ഇതേപോലെ ചാടിയിട്ട് ഇതേപോലെ അങ്ങ് മൈൻഡ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലുള്ള സാപ്ലിങ് എടുത്തിട്ട് അതേപോലെ അങ്ങ് വെച്ചും കൊടുക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇതേപോലെ അങ്ങ് ചെയ്യുക. കൊള്ളാമല്ലേ കാണുന്നതിൽ. ഇവിടെ കുറേ വിട്ടൊരു ക്രീപ്പർ വന്ന് കിട്ടി. ഇതെന്നെ മാത്രം ഐഡിയ എന്ന് ഞാൻ പറഞ്ഞില്ല, ഇത് ആളുടെയും കൂടെ ഐഡിയ ആണ് ഈ വീട് സെറ്റപ്പ്. പിന്നെ വേറെ ഒരു സംഭവം കൂടെ നമ്മൾ ചെയ്തു. എൻ്റെ ചേച്ചിയുടെയും കൂടെ ചെറിയ ഐഡിയ ഒക്കെ വെച്ചിട്ടാണ് ഈ വീടൊക്കെ പണിതത്. അപ്പം വേറൊരു സെറ്റപ്പ് കൂടി ചെയ്തു, ഞാൻ കാണിച്ചു തരാം. താഴോട്ട് വരുമ്പോൾ ഓക്കെ എല്ലാം കൂടി ഇതാണ്. അപ്പോൾ താഴെ ഇതുണ്ടോ, ഈ ഒരു ഇതുണ്ട്. ഇതിൽ ഞാൻ ചോട്ടി പിടിച്ച് താഴോട്ട് ഇങ്ങനെ ഇറങ്ങുക. ഇതേപോലെ അങ്ങ് ഇറങ്ങുമ്പോൾ ഈ സെറ്റ് പോകുമ്പോൾ ഇന്നലെ ഉണ്ടാക്കിയതാണ്. പിന്നെ ഇതിനകത്ത് ഇപ്പോൾ ഒന്നുമില്ല, അല്ല ഉണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഇപ്പോൾ ഞാൻ സ്പ്രൂസ് വുഡ് ഞാൻ കളക്ട് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഞാൻ 31 ബ്രിഡ്ജ് ലോഗ് കളക്ട് ചെയ്തു. പിന്നെ അവിടെ ഇതൊക്കെ ഇരിക്കുന്നത് കാണാൻ പറ്റുമായിരിക്കും നിങ്ങൾക്ക്. പിന്നെ ഞാൻ ക്യാമറയിൽ മൈനിങ്ങിനും കൂടെ പോയി കുറച്ച് കോപ്പറും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. കുറച്ചധികം മൈൻ ചെയ്തു. കുറച്ച് ഞാൻ എടുത്ത് നഗറ്റ്സ് ആക്കി, കുറച്ച് നഗട്ടൊക്കെ ഉണ്ടാക്കി ഞാൻ. പിന്നെ ഞാൻ മൈനിങ്ങിന് പോയപ്പോൾ എനിക്ക് കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ പിന്നെ കിട്ടി. പിന്നെ ഇത് സ്വീറ്റ് ബെറീസ് കിട്ടി. അങ്ങനെ കുറച്ച് സാധനങ്ങളും കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ താഴോട്ട് ഞാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു ഐഡിയ തന്നു. വേറെ ഒന്നും നല്ല ഐഡിയ. താഴോട്ട് എന്നോട് പറഞ്ഞു ജസ്റ്റ് എന്തെങ്കിലും ഒരു ചെസ്റ്റൊക്കെ വെച്ചൊരു ഏരിയ ഉണ്ടാക്കുക, അങ്ങനെ ഉണ്ടാക്കണ്ടേ. അപ്പോഴാണ് ഞാൻ അതിൻ്റെ കാര്യം ഓർക്കുന്നത് തന്നെ. ചേച്ചി വന്നപ്പോഴാണ് ഞാൻ അതിൻ്റെ കാര്യം ഓർക്കുന്നത് തന്നെ. അതായിരുന്നു ഈ ഏരിയ. അതിനുള്ള ഏരിയ ആണ്. ഈ 3x3 ഇട്ടത്. ഇത്ര വില നമ്മൾ കുറച്ചെടുക്കും. പിന്നെ ഇതും എൻ്റെ ചേച്ചി പറഞ്ഞു തന്നെയാണ്. കുറച്ച് അധികം എടുക്കാൻ ആണ് ഞാൻ വിചാരിച്ചത്. പിന്നെ അപ്പോൾ കുറച്ച് നേരത്തെ പെട്ടെന്ന് നിങ്ങളെ മാത്രം കാണിക്കാൻ വേണ്ടി ഒന്നിപ്പോൾ ചെറുതാക്കി കാണുന്നതാണ്. വലിയതായിട്ട് ഞാൻ പണിയുന്നുണ്ട്. മീറ്റ് ഫാമാണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ താഴോട്ട് ഞാൻ കുറച്ചുകൂടെ മൈൻ ചെയ്തു, കുറച്ച് മാത്രം. അപ്പോൾ എനിക്ക് ഇതേപോലൊരു കേവും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതേപോലൊരു കേവ്. ഇതൊരു കൊച്ചു കേവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതാണ് നമ്മൾ പറഞ്ഞ കേവ്. കൊച്ചു കേവാണെന്ന് തോന്നുന്നില്ല, കുറച്ച് വലിയ ക്രീപ്പർ എനിക്ക് അവിടെ പൊടിച്ചെടുത്ത് ഈ ക്രീപ്പറിനെ കൊണ്ട് ഇതാണ് ഉപകാരം ഒന്നുമില്ല. അവിടെ ഇരുന്നുകൊണ്ടോ അത് ആണ്. അപ്പോൾ ഇത്രയും കിട്ടിയില്ലെങ്കിൽ ഇവിടെ ഞാനത് മാർഗ് കിട്ടിയേക്കട്ടെ. അപ്പോൾ ഇത് മാർഗ് ചെയ്തിടുന്നുണ്ട്, കാരണം ചിലവാ പണിയുടെ സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്തിടുകയാണ്. പിന്നെ ഈ പാവം നമ്മളൊന്ന് സെറ്റാക്കി എടുക്കണം.
ഇപ്പം ഇങ്ങനത്തെ ഇരിക്കുവാണ്. സെറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ഇങ്ങനെ ഇങ്ങോട്ട് വെക്കാം. ഇത് ഫുള്ള് അലങ്കോലമായിട്ടൊക്കെ കിടക്കുകയാണ്. എല്ലാം സെറ്റാക്കണം. അപ്പോൾ ഇത് ഇങ്ങോട്ട് ചെറിയ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് കോളൊക്കെ ഇവിടെ ഇപ്പം ഇതൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്തേക്കാം. ഇവിടെ നിന്നാണ് എനിക്ക് മറ്റേ കോപ്പറൊക്കെ കിട്ടിയത്. ആ ഫുള്ള് കോപ്പർ എനിക്ക് കിട്ടിയത് ഇവിടെ നിന്നല്ല. കുറച്ച് കോപ്പറൊക്കെ എനിക്ക് ഇവിടെ നിന്ന് കിട്ടി. ഒരു 30-32 കോപ്പറൊക്കെ എനിക്ക് ഇവിടെ നിന്ന് കിട്ടി. ബാക്കി 2 കോപ്പർ എനിക്ക് കുറച്ച് കോപ്പറൊക്കെ എനിക്ക് ഞാൻ വേറൊരു സ്ഥലത്തും കൂടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നും കൂടെ എടുത്തതാണ്. ഇതേപോലെ ഇവിടെ കുറേ ഉണ്ടായിരുന്നു. ഇവിടെ നിന്നൊക്കെ എടുത്തതാണ് ഞാൻ ഈ കോപ്പറെല്ലാം. ഇനി നമുക്ക് ഇതേപോലെ കുറേ കോപ്പർ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഇതെടുക്കുന്നതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ലാൻഡ് ഉണ്ടാക്കാനാണ്. എനിക്കിത് വെച്ച് ഇതെന്താ പറ്റില്ല. ഓക്കെ, ഇത് കുഴപ്പമില്ല. ലാൻഡേൺ ഉണ്ടാക്കാനാണ്. അപ്പോൾ ഇത് വെച്ച് ലാൻഡേണൊക്കെ ഉണ്ടാക്കണ്ടേ. അപ്പോൾ ലാൻഡേൺ ഉണ്ടാക്കാം. എൻ്റെ പിക്കാക്കും കറക്റ്റ് കൂട്ടി ഇവിടെ ഒന്നും കൂടെ ഉണ്ടായിരുന്നു. ഇനി എൻ്റെ കയ്യിലൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇല്ല നമുക്ക് പോയിട്ട് ഒരു കോപ്പറിൻ്റെ തന്നെ ഒരു പിക്കാക്സ് ഒന്ന് ക്രാഫ്റ്റ് ചെയ്തുകൊണ്ട് വരാം. അതിന് മുമ്പ് ഇതൊന്ന് അടച്ചിട്ടേക്കാം. ഇവിടെ എൻ്റെ തലയിടിക്കുന്നു. അയ്യോ, ഇത് പൊട്ടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്കിത് ഇങ്ങോട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഉയ്യോ, എനിക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഞാൻ ഇവിടെ ട്രാപ്പായോ? ഇല്ല, ഞാൻ ഇത് കൈ കൊണ്ട് ഇടിച്ച് പൊട്ടിക്കാം. അപ്പോൾ കൈ കൊണ്ട് ഇടിച്ച് ഞാൻ പൊട്ടിച്ചിട്ടുണ്ടത്. ഓക്കെ ഗൈസ്, ഞാനിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. മണ്ടയ്ക്ക് കയറാനായിരുന്നു റെക്കോർഡിങ് ഓഫ് ആക്കിയത്. അപ്പം ഇനിയും നമുക്ക് സെറ്റാക്കാം. എൻ്റെ കയ്യിൽ ഇതുണ്ടല്ലോ അല്ലേ, എനിക്കറിയാം. സ്റ്റിക്കില്ല. ഞാൻ ഒരു വട്ടം ഡെഡായിരുന്നു. ഞാനത് പറഞ്ഞു നിങ്ങളത്. ഒരു വട്ടം ഞാൻ ഡെഡായി. കാരണം ക്രീപ്പർ വന്നിട്ട് പൊട്ടിത്തെറിച്ച് ഗൈസ്. അപ്പോൾ ഞാൻ ഒന്ന് ഡെഡായിരുന്നു. അല്ലല്ല, ക്രീപ്പർ വന്ന് പൊട്ടിത്തെറിച്ചപ്പോൾ ഒന്ന് ഡെഡായിരുന്നു. വേറൊരു ക്രീപ്പറാണ് സൗണ്ട് കേട്ടോ. ഇനിയിപ്പോൾ പേടിയാണ് ചേച്ചി ഇവിടെ നിൽക്കാൻ തന്നെ. ഇവിടെ മൊത്തം ക്രീപ്പറാണ്. നേരത്തെ ഇവിടെ വന്നപ്പോൾ കുറേ ക്രീപ്പർ വന്ന് പൊട്ടിത്തെറിച്ചുകൊണ്ടേയിരുന്നു. പിന്നെ ഞാൻ ഭയങ്കര പേടിച്ചു പോയി. ഇപ്പോൾ ഭയങ്കര ഇതാ വന്ന് കുറേ ക്രീപ്പർ കുറേയൊക്കെ വന്ന് പൊട്ടി. പിന്നെ ഞാൻ നല്ലപോലെ ഇതായി. എന്തോ ഒരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്തു. പിന്നെ ഞാൻ അങ്ങോട്ടൊന്നും ചെയ്യാനില്ല. അപ്പം നമുക്ക് ആർമർ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഒരു സോഡ്, ഒരു പിക്കാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഫുൾ ആർമറായല്ലോ അല്ലേ? യെസ്, ഫുൾ ആർമറായിട്ടുണ്ട്. പിന്നെ ഒരു സോഡും പിക്കാക്സോടെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കിനി താഴോട്ട് പോവാം. ഓക്കെ, ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ അടച്ച് പൂട്ടി മൊത്തം കൂടെ മൊത്തം പൂട്ടി. ഇവിടെ കയറാൻ ഭയങ്കര പാടാണ്. ഇതുണ്ട്, എനിക്ക് ഇങ്ങനെ വരണം. അപ്പോൾ ഇങ്ങനെ പാടായതുകൊണ്ട് ഞാൻ ഇവിടെ അങ്ങ് പൂട്ടി. ഇവിടുന്ന് ഞാൻ ബാക്കി മെയിൻ ചെയ്യാൻ പോവാണ്. അവിടെ നിന്ന് ആരും വരുത്തില്ല എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് സ്റ്റെയർ കേസ് പോലാകുന്നത് എത്രയാണ്? 59. -59 പോകാനാണ് എത്രയും ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഇതോടെ പറ്റുന്നത് കോപ്പർ പിക്കാക്സ് സ്റ്റോണിനേക്കാൾ കുറച്ചുകൂടെ സ്പീഡുണ്ട്. സ്റ്റോൺ കുറച്ചുകൂടെ പെട്ടെന്ന് പൊട്ടിക്കുന്നുണ്ട്. നല്ല പിക്കാക്സാണ്. എനിക്ക് കോപ്പർ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ഒരു അപ്ഡേറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല അപ്ഡേറ്റ് ആയിരുന്നു. കാരണം നല്ല കുറേ കോപ്പർ വെച്ച് നല്ല യൂസ്. ഓക്കെ, അയണം കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ പൊട്ടിക്കുന്നതിന് മുമ്പ് അയണൊന്ന് മൈൻഡ് ചെയ്യട്ടെ. അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് ഉള്ളവരും മറന്നു പോകും. ഞാൻ പെട്ടെന്നല്ല മറന്നു പോകും. അതുകൊണ്ട് അയണൊക്കെ ഉള്ള കാര്യം ഞാൻ മറന്നു പോകും. ഞാനിവ കാണത്തില്ല.
ഓക്കെ. കുറച്ച് മണ്ടയ്ക്ക് ഓക്കെ. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അയാള് എവിടെയൊക്കെ എന്തെങ്കിലും ഇത് കൊണ്ടുവരാൻ ശ്രദ്ധിക്കത്തില്ല, അങ്ങ് പോവും. ഉള്ളത് മതി എന്ന് പറയുമ്പോൾ പോകും. ഓക്കെ. കുറച്ചെങ്കിലുമൊക്കെ കിട്ടി കാണും. ഇപ്പോൾ കുറച്ചയൺ കിട്ടി. ഓക്കെ, ഇത് മതിയായിരിക്കും. ഇത് നിൽക്കുന്ന ബ്ലോക്ക് മൈൻ ചെയ്യണ്ട, അത് പണി കിട്ടും. ഒരു സ്പൈഡറിൻ്റെ സോംബിയുടെ സ്കെലിറ്റൻ സ്പോണറൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ കിട്ടാന് നല്ല പോലെ ഇത് കിട്ടിയത്. എന്താണ് ലാഗ്? പെട്ടെന്ന് ലാഗ് അടിച്ച് ഞാൻ പേടി. ലഷ്കേവാണ് ഡൗട്ട്. ബ്ലോക്ക് ലഷ്കേവാണ് എന്നൊരു ഡൗട്ട്. ലഷ്കേ ഡൗട്ടല്ല, ആണെന്ന് തോന്നി. എനിക്കൊരു ഇത് നോക്കട്ടെ അവിടെ. അങ്ങോട്ട് നോക്കാം. യെസ്. ഓക്കെ. ഞാൻ ഇവിടെ വെച്ച് ബ്ലോക്ക് ചെയ്യാൻ പോകുന്നത്. ചെറിയൊരു ലഷ്കേവ് വന്നിട്ട് അങ്ങ് ക്യാൻസൽ ചെയ്യും. അതുകൊണ്ട് ഞാൻ ഇത് ഇവിടെ വെച്ചങ്ങ് ക്ലോസ് ചെയ്യാൻ പോകുന്നു. ഇത് കൊള്ളാം ഈ സംഭവങ്ങൾ. അവിടെ അയലുണ്ടായിരുന്നു. കുഴപ്പമില്ല, ഞാൻ എടുക്കുന്നില്ല, എനിക്ക് പേടിയാണ് എടുക്കാൻ. അതോ എന്നോട് സൗണ്ട് ഇടയ്ക്ക് മൈൻക്രാഫ്റ്റ് ഉണ്ടല്ലോ മനുഷ്യനെ പേടിപ്പിക്കുമെന്ന്. ഇപ്പം എന്താ സൗണ്ട് കേട്ടേ? നിങ്ങൾ കേട്ടായിരുന്നു സൗണ്ട്? പരമാവധി സ്പീഡിൽ പോട്ടെ, ഇതെടുത്താലോ എന്നാണ് ആലോചിക്കുക. അതിന് ബക്കറ്റൊക്കെ ഉണ്ടാക്കാനും കിറ്റൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങോട്ട് വരാം. അത്രയും വരെ ഇങ്ങോട്ട് ഞാൻ വരുന്നില്ല. എനിക്ക് ഇവിടെ മൊത്തം മോബായിരിക്കും. ഇവിടെ അടച്ചിടാൻ 3 ബ്ലോക്ക് അടച്ചിടുന്നു. ഇതെന്താ ഇത് ഇവിടെ വന്നു? ഇതല്ല ഞാൻ വന്ന വഴി. ഇത് തുറന്നില്ലാവുന്ന കാരണം കുഴപ്പമില്ല. നമ്മൾ തുറന്നിട്ട് അയൻ്റെ വായിക്കത്തി ഞാൻ ചാടി. ഞാൻ ഇപ്പം ക്രൗച്ച് ചെയ്ത് മൈൻഡ് ചെയ്യുന്നതിൻ്റെ കാരണം എനിക്ക് മനസ്സിലായില്ല. അവിടെ അപ്പുറത്ത് എനിക്ക് ഇത് പൊട്ടിച്ച് വെച്ചിട്ട് ഇവിടെ കുറേ ഉണ്ടെന്ന്. ഓക്കെ, അപ്പോൾ ഈ കോപ്പർ ആർമർ മാറ്റുന്ന സമയമായി. ഡീപ് സ്ലൈറ്റ് ഇത്രേ ഉള്ളൂ. കുഴപ്പമില്ല, കിട്ടി ഇത്രയൊക്കെ അയൺ കിട്ടി. കുറച്ചെങ്കിൽ കുറച്ച് അയൺ കിട്ടിയില്ലേ? ഓക്കെ, ഡീപ് സ്ലൈറ്റ് എത്തി. ഇനി അവിടെ സീനായിരിക്കും. ഡീപ് സ്ലൈറ്റ് ലെവലെത്തി. ഡയമണ്ട് ഒക്കെ വരി കുഴിച്ചുകൊണ്ട് പോകുന്നതിൻ്റെ ഇടയ്ക്കില്ലായിരുന്നു ഒരു വഴിയായിരിക്കും. പിന്നെ ഈ അച്ചീവ്മെൻറ്റ്സ് കിട്ടാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ മൊബൈൽ നെറ്റ്വർക്ക് ഓഫാണ്. അത് എൻ്റെ മൊബൈൽ നെറ്റ്വർക്ക് ഓഫാണ്. അതുകൊണ്ടാണ് എനിക്കിപ്പം ഇത് കിട്ടാത്തത്. എന്താണ് അച്ചീവ്മെൻറ്റ്സ് കിട്ടാത്തത്? ഞാൻ നെറ്റ്വർക്ക് ഓഫാക്കിയിട്ട് കളിക്കുന്നതിൻ്റെ കാരണം വേറൊന്നുമല്ല, ഒന്നുമില്ല, കാരണമൊന്നുമില്ല. ജസ്റ്റ്
നെറ്റ് ആക്കിയിട്ട് കളിക്കുകയാണെങ്കിൽ പെട്ടെന്ന് എനിക്ക് നെറ്റ്വർക്ക് പോകുന്നത്. ഇല്ല, വൈഫൈ ഇല്ലേ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ നെറ്റ്വർക്ക് ഓഫ് ചെയ്തിട്ട് കളിക്കുന്നത്. വ്യത്യാസമായത് ഇനി ഞാൻ നിങ്ങളെ ഈ പിക്കാക്സ് പൊട്ടിയിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ ഇതിൻ്റെ പിക്കാക്സ് പൊട്ടിയിട്ടുണ്ട്. ഞാൻ ഇനിയും മണ്ടക്കോട്ട് കയറാം. പിന്നെ ഇത് ഇവിടെ വെച്ച് എനിക്ക് ഇത് കിട്ടി, ലാപ്പീസ് കിട്ടിയായിരുന്നു. ഇത് ആ ഭാഗത്ത് വെച്ചായിരുന്നു എനിക്ക് ലാപ്പീസൊക്കെ കിട്ടിയത്. ഇനി നമുക്ക് മണ്ടക്കോട്ട് പോവാം. എന്താണ് ഇങ്ങനെ? ഈ മണ്ടഭാഗത്തെ ബ്ലോക്ക് മൊത്തം പൊട്ടിച്ച് മാറ്റണം. അങ്ങനെ ഈ ഓടാൻ നല്ല സിമ്പിളായിരിക്കും. ഇത് തല മണ്ടയ്ക്കും കൂടി ഇടിക്കുന്നതുകൊണ്ടാണ് ഭയങ്കര പാട്. ഇവിടെ തിരിഞ്ഞ് ചെയ്യില്ല, ഇവിടെ തിരിഞ്ഞ് കുറച്ച്. ഞാൻ മൈനസ് എത്ര വരെ പോയി എന്ന് എനിക്ക് ഒരു ഓർമ്മയില്ല. ഞാൻ ഈ വണ്ടിക്ക് എത്തിയിട്ടുണ്ട്. മണ്ടയ്ക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാണ് ഞാൻ പറഞ്ഞത്. 2 ഉള്ളായിരുന്നു, പക്ഷേ ഇത് ഇത്രയും കിട്ടി. അന്ന് എനിക്കറിയത്തില്ല ഇങ്ങനെയാണിത്. അത് വീഡിയോ മൊത്തം കിട്ടി. അല്ല, അതല്ല, ഇത് അയൺ. അത് ഇനി നമുക്ക് കുറച്ച് ഈ നാട്ടിൽ പെട്ടെന്ന് തീരുന്നു. സ്റ്റിക്കുണ്ടാക്കണ്ടേ? കുറച്ച് സ്റ്റിക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ സെറ്റാവും. കുറച്ച് സ്റ്റിക്ക് കൊണ്ടുപോവാം, സ്റ്റിക്ക് ഉണ്ടാക്കാൻ കൊണ്ടുപോകാം. അപ്പോൾ ഞാൻ കുറച്ച് സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയും കുറച്ച് ഇതുണ്ടാക്കാം, ടോർച്ച്. ഓക്കെ, കുഴപ്പമില്ല. ഞാൻ വിചാരിച്ച് ഓളെല്ലാം തീർന്നു. ഓക്കെ, അപ്പോൾ അത് തന്നെ. ഞാൻ ഇനിയിപ്പം എന്ത് ചെയ്യണം ഞാനിപ്പോൾ. ഓക്കെ, ഇനി ഞാൻ പിക്കാക്സും കൂടെ ഉണ്ടാക്കിയിട്ട് നേരെ നമുക്ക് ഒന്നുകൂടെ താഴെ പോവാം. പിക്കാക്സ് ഉണ്ടാക്കാനുള്ള എന്താണ് ഇല്ലാത്തത്? ഞാൻ സ്റ്റിക്ക് ഉണ്ടാക്കി, പക്ഷെ സ്റ്റിക്ക് ഉണ്ടാക്കിയതെല്ലാം ഞാൻ ചിലവാക്കി. എൻ്റെ ഞാൻ പൊട്ടത്തരെ കാണിക്കൂ. ശരിയായി, ഞാൻ സ്റ്റിക്കൊക്കെ ഉണ്ടാക്കി, പക്ഷെ സ്റ്റിക്ക് ഉണ്ടാക്കിയത് എന്തിനാണ്? ഞാൻ ഇതുണ്ടാക്കാനല്ലേ ഞാൻ സ്റ്റിക്ക് ഉണ്ടാക്കിയത്. പക്ഷെ സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ട് ഞാൻ 2 പിക്കാക്സ് ഉണ്ടാക്കി. 2 പിക്കാക്സ്. അയ്യോ, ഇനിയിപ്പോൾ ഈ സാധനം എല്ലാം ഇവിടെ വെച്ചിട്ടാലും പണിയിട്ട് എന്തെങ്കിലുമൊക്കെ ഇവിടെ വെച്ചിട്ട് ഇതൊക്കെ താഴത്ത് വെച്ചിട്ടൊക്കെ ഇതൊക്കെ മാറ്റി വെക്കാം. ഞാൻ പിന്നെ 2 എണ്ണം എടുത്തിട്ടായിരുന്നു ഞാൻ കച്ചുണ്ടാക്കിയത്. കോപ്പറിനെ കച്ച കുറേ പരിപാടികൾ ഇവിടെ ചെയ്ത്. ഫുഡെല്ലാം ഞാൻ ഇവിടെ വെക്കുന്നതിൻ്റെ കാരണം എന്തോ ഒരു സൗണ്ട് പേടിച്ചോ. ഈ സൗണ്ട് കേട്ടാൽ ഫുഡ് ഇവിടെ എടുത്തേക്കാം. ഈ ഫുഡ് എടുത്തേക്കാം. ഇപ്പം ഇവിടെ സീറ്റ് ബറൊക്കെ ഉണ്ട്. സീറ്റ് ബറൊക്കെ നമുക്ക് എടുത്തേക്കാം. എനിക്കത് നൈറ്റായിരുന്നു തോന്നുന്നു, രാവിലെ ആയിരുന്നു. ഓക്കെ, ബ്ലോക്ക് ഇരുന്നോട്ടെ, അതും ഇരുന്നോട്ടെ, ട്രീക്ക് ഇരുന്നോട്ടെ. അതേക്കോട്ടെ, എല്ലാം ഇനി ഇരിക്കട്ടെ. അങ്ങനെ സെറ്റായിട്ട് ഇപ്പോൾ ഇതിനുണ്ട്. നമുക്കിനി ഇതിങ്ങനെ ഷിഫ്റ്റാക്കി കുറയിട്ടൊക്കെ വർക്കിംഗ് സ്റ്റോപ്പായോ? എനിക്കറിയാം. ഇത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് 3 ആക്കാം.
ഇപ്പോൾ 4 എണ്ണമായി, 14 എണ്ണമായി. 12 കൂടി വെച്ചേക്കാം. അപ്പോൾ ഇത് സ്മെൽറ്റ് ആയിക്കോട്ടെ. 14 എണ്ണമായി. അപ്പോൾ 14 എണ്ണത്തിന് ഞാൻ പെട്ടെന്ന് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന 14 എണ്ണത്തിൽ ഞാനൊരു ഷീൽഡ് ഫസ്റ്റിലേ ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ വുഡില്ല, ഞാൻ വുഡ് എടുത്ത് അതിനകത്ത് വെച്ച്. ഓ എൻ്റെ പൊന്നോ, പൊട്ടത്തേ കാണിക്കും. നമുക്ക് കുറച്ച് വുഡ് മതി. അപ്പോൾ 3 വുഡ് മതി. ഓക്കെ, ഇനി കുറച്ച് വുഡൊക്കെ ഉണ്ടാക്കിയേക്കാം. ഇനി നമുക്ക് ഒരു ഷീൽഡ് ഉണ്ടാക്കാം. പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ബക്കറ്റ് കൂടെ ഉണ്ടാക്കേണ്ട വരും. ബക്കറ്റ് എങ്ങനെയാണ് ബക്കറ്റ് ഉണ്ടാക്കാൻ എനിക്കറിയാം. ബക്കറ്റ് ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെ വെക്കണമല്ലോ. അല്ലേ, അങ്ങോട്ട് വെച്ചിട്ട് ഇതെടുത്ത് ഇങ്ങോട്ട് വെക്കണം. ഓക്കെ, ബക്കറ്റ് ഉണ്ടാക്കാം. അല്ല, ഇനി ഇവിടുന്ന് വെള്ളം എവിടുന്ന് കിട്ടും ബക്കറ്റ് ഉണ്ടാക്കിയിട്ട്? ഓക്കെ, ഇനി നമുക്ക് ഒരു ലെഗിങ്സ് വേണ്ട, ഒരു ചെസ്റ്റ് പ്ലേറ്റ് ഇട്ടേക്കാം. എൻ്റെ കയ്യിലിപ്പോൾ ഈ ഒരു ചെസ്റ്റ് പ്ലേറ്റാണ്, ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു പോകാമായിരുന്നു. ഇപ്പം ഇത് 6 എണ്ണമാണ്. ഇതിലോട്ടിടുമ്പോൾ 5 എണ്ണം. ഓക്കെ, അപ്പോൾ അത് 6 ആവട്ടെ. ഇത് 6 ആക്കിയതാണ്. ഇനി നമുക്ക് കേട്ടോ ഏറ്റവും താഴെ എത്താൻ കുറേ ഇല്ലല്ലേ എത്തിയാൽ. നല്ല ലോങ് ആണെന്ന് തോന്നുന്നു, നല്ല ലോങ് ആണ് സാധ്യതയുണ്ട്. കാരണം കുറേ കാരണമുണ്ട്. എപ്പിസോഡ് നല്ല ലോങ് ആണ്, കാരണം ഞാൻ ഇച്ചിരി നേരം ആയെന്ന് തോന്നുന്നു ഇത് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇച്ചിരി ലോങ് ആണ്. നമുക്കിത് ഞാൻ പെട്ടെന്ന് എത്തിയാൽ സെറ്റായ കാര്യം എനിക്കത് വിളിച്ചില്ല. കുറച്ചൊന്ന് പെട്ടെന്നായാലും ഞാനിപ്പോൾ ഇത് ഇവിടെ വന്നിട്ട് 14 ദിവസമായി. 14 ദിവസം ഞാൻ സർവൈവ് ചെയ്തു. ഓക്കെ, അപ്പോൾ 14ാമത്തെ ദിവസം നമുക്ക് എന്താ കാര്യം നോക്കാം. ഓക്കെ, -26 എത്തിയിട്ടുണ്ട്. അയ്യോ, എവിടെ നിന്ന് സോൾജിയേഴ്സ് കൊണ്ടിരുന്നു, എനിക്ക് പേടിയാവും. അപ്പോൾ ഇത് പൊട്ടിക്കാനല്ലേ? അല്ല, ഇതിന് അയൺ പിക്കാക്സ് ആണ് വിസിബോട്ടായി പൊട്ടിക്കാൻ. ഗ്രാവിലായിരുന്നു ഇപ്പോൾ ഞാൻ പൊട്ടിച്ചേ. അമിത്, എടാ ഇതെന്തൊരു സീഡാണ് ഇത്? ഇതെന്തൊരു സീഡാണിത്? അമിത്തിസ്റ്റ് ജിയോട് കിട്ടിയോ എനിക്ക്? എൻ്റെ അമ്മ, എനിക്ക് മനസ്സിലായി എന്ത് ലക്ക് കുടിച്ച സീഡാണിത്. അടിപൊളി സീഡ്, ഇഷ്ടപ്പെട്ടു എനിക്ക് ഈ സീഡ്. എൻ്റെ പൊന്നു, ഇത്രയും ലക്ക ആദ്യമായിട്ടാണ്. അമിത്തിസ്റ്റാണ് ഇത് അമിത്തിസ്റ്റാണ്. അയ്യോ എടാ, ഇത് ഭയങ്കര ലക്കാണ്. എനിക്ക് കിട്ടിയേക്കുന്നില്ല ഏറ്റവും ലക്കസ്റ്റ് സീഡാണെന്ന് തോന്നിയത്. നല്ല ലക്കിലാണ് ഈ സീൻ.
ഞാൻ നല്ല ഫോമിലാണ്. അയ്യോ പൊട്ട്. ഇത്രേ ഉള്ളൂ. ഇത്രയും മേടിച്ച്. പക്ഷെ ഇവിടെ ഇത് എനിക്ക് കിട്ടാന്ന് വെച്ചാൽ ഏറ്റവും ലക്കിയസ്റ്റ് സീഡാണെന്ന് തോന്നുന്നത്. ദൈവം, ഇതിനകത്ത് എന്തൊക്കെ ഉണ്ട്? ലഷ് കേവ്, സാധാ കേവ് ഉണ്ട്, ലഷ് കേവ് ഉണ്ട്, എല്ലാം ഉണ്ട്. വേണ്ടാത്ത എല്ലാം ഉണ്ട്. ലഷ് കേവ് തൊട്ട് എല്ലാം ഉണ്ട്. ചെറിയ ലഷ് കേവ്, മറ്റേ മോസൊക്കെ ഉള്ള ചെറിയ ലഷ് കേവ് ഇല്ല, അതുണ്ട്. കൊച്ച് ലഷ് കേവ് ഒക്കെ ഉണ്ട് ചേച്ചില്. ഇതിപ്പോൾ ജിയോട് ഫുൾ എനിക്ക് കിട്ടി. ഇതാദ്യമായിട്ടാണ് ചേച്ചി എനിക്ക് ഇത്ര ലക്കിയസ്റ്റ് സീഡ് കിട്ടുന്നത്. ഇവിടെയൊക്കെ ഞാൻ വെക്കുന്നതിൻ്റെ കാരണം ഇതിലൊക്കെ ലൈറ്റിംഗ് ഇല്ലെങ്കിൽ ആ സോംബിയൊക്കെ ഇറങ്ങി അങ്ങ് വരും. ഞാൻ ഇത് വെക്കുന്നത് എടാ എനിക്ക് കിട്ടാമെന്ന് വെച്ചാൽ ഏറ്റവും നല്ല ലക്കിയസ്റ്റ് സീഡായിരുന്നു ഇത്. എന്നെനിക്ക് പറയാനില്ല, ഇതൊന്നും പറയാനില്ല ശരിക്കും. അയ്യോ ഇതെന്താ ലക്കിയായിരുന്നു ഈ സീഡ്. സെറ്റ് സീഡ് ഞാനിന്ന് കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചേക്കാം ഗൈസ്. സീഡ് ഞങ്ങൾ അതൊക്കെ ഇത് എടുത്താൽ മതി. പിന്നെ ഇത് കോർഡിനേറ്റ്സ് ഉള്ളതുകൊണ്ട് സിമ്പിളായിരിക്കും ഗൈസ്. എടാ എന്തോ സെറ്റ് സീഡാടാ, എന്നാൽ ഇത്രയും നല്ല സെറ്റ് സീഡൊക്കെ ഉണ്ടോ? അല്ലേ ഇതിപ്പോൾ എൻ്റെ എനിക്ക് ഇത് ലക്കൊന്നുമില്ല ഗൈസ്. അല്ലിത് എല്ലാവർക്കും ഇങ്ങനെ കിട്ടാറുണ്ടാവും. നല്ലൊരു റെക്കോർഡിങ് ആണേ. ഞാൻ വീസ് റെക്കോർഡിങ് ആണല്ലായിരുന്നു. ഇന്നലെ ഞാൻ കുറേ ഇരുന്ന് റെക്കോർഡ് ചെയ്ത്, എന്നിട്ട് അതൊന്നും റെക്കോർഡായിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ റെക്കോർഡിങ് ആണെന്ന് നോക്കുന്നത്. അതെ അപ്പോൾ പൊട്ടിക്കാം. 48 തീസ് നമ്മുടെ വയലിൽ 58 ഇതിലോട്ട് എത്തിയില്ല. ഒന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാം. ഓക്കെ ഇതോടെ 58 കുറച്ച് ഡീപ്പിലാണ് ചേച്ചി. 58 എന്ന് പറയുന്നത് 54 എത്തി ചേച്ചി. പിന്നെ ഇതൊരു ഐലൻഡ് ആണെങ്കിൽ എനിക്കിത് ബിൽഡ് ചെയ്ത് തീർക്കണം ചേച്ചി. എനിക്ക് ഐലൻഡ് എനിക്ക് ഈ ഐലൻഡ് ഒന്ന് ബിൽഡ് ചെയ്ത് തീർക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ ഈ ഐലൻഡ് ഒന്ന് ബിൽഡ് ചെയ്ത് തീർക്കും ചേച്ചി. റെഡ് സ്റ്റോൺ ഇട്ടില്ലുണ്ട്. എനിക്കപ്പോൾ പിസ്റ്റൺ ഉണ്ടാക്കണം. പിറ്റും ചേച്ചി. വീഡിയോയുടെ എൻ്റെ ഒക്കെ എത്താറാകുമ്പോൾ ഞാൻ ഇന്ന് പഴയ വീഡിയോ ഞാൻ ഫുള്ള് കാണിച്ചു തരാം. 59 എത്തിയോ? അത് ശരി 59 ആയിരുന്നില്ല, -59. ഓ ശരി -50 ഞാൻ മറന്നുപോയി. -59 -58 എന്നാണ് ഞാൻ നമുക്ക് 59 എത്തിച്ചിട്ടുണ്ട്. 59 എത്തിച്ചിട്ടുണ്ട്. കുറച്ചൊന്ന് നീക്കിയിട്ട് ജസ്റ്റ് ഒന്ന് മൈനിങ് ഒന്ന് ഡയമണ്ട് മൈനിങ് ചെയ്ത് വെച്ചേക്കണ്ട്. ഇവിടെ നിന്ന് മൈനിങ് കോഡ് ഒന്ന് സെറ്റാക്കി വെച്ചേക്കാം. ഇങ്ങനെ ഒന്ന് ചെയ്ത് വെച്ചേക്കാം. അല്ലേ ഇവിടെ പിന്നെ ഇനി ഇവിടെ താഴോട്ട്
ഇവിടെ വരെ വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ മണ്ടക്കോട്ട് പോയേക്കാം. റെഡ് സ്റ്റോണൊക്കെ ഉണ്ട്, നോക്കതൊക്കെ പിന്നെ മൈൻഡ് ചെയ്യാം. വന്ന് മൈൻഡ് ചെയ്യാവുന്നതാണല്ലോ, അതുകൊണ്ട് ഞാൻ പിന്നീട് മൈൻഡ് ചെയ്യാം. അപ്പോൾ വീഡിയോയുടെ എന്തെത്താറായി പൊട്ടെ ഒന്ന് നടക്കുമായിട്ട് അത് സീക്രട്ട് സെറ്റിങ്സ് കൂടെ ഞാൻ കാണിച്ചിട്ട് ഈ വീഡിയോ അങ്ങ് എൻഡ് ചെയ്യാൻ കഴിയും. കുറേ ലെങ്ത്ത് ഇത്തിരി കൂടി കാണും ഈ വീഡിയോയുടെ. അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ നിർത്താം. നല്ല ലെങ്ത്തായി കാണും. നിങ്ങൾക്ക് എൻട്രമെൻ്റ് സോഡ് ഞാൻ കേൾക്കുന്നുണ്ട്. ഉറങ്ങിയേക്കാം. ഓക്കെ, രാവിലെ ആയിട്ടുണ്ട്. ഇപ്പം ഈ വിൻഡോയിൽ കൂടെ നോക്കുമ്പോൾ ഗ്ലാസ് ഇല്ലേ അവിടെ ഇല്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു സെറ്റാക്കിയത്. ഓക്കെ, സ്നേറ്റ്. അപ്പോൾ ഇത് സംഭവം സെറ്റപ്പ് വേറൊന്നുമല്ല. ഒരു സംഭവം ഇവിടെ ഇതാണ് നമ്മുടെ ലിസ്റ്റ്, പ്രോഗ്രസ് ലിസ്റ്റ്. ഇത് പ്രോഗ്രസ്സിൽ നമ്മുടെ ഗോൾ ലിസ്റ്റ് ഇതാണ്. ഇത് കണ്ടോ, ഇന്ന് നമ്മൾ ഒരു ഗോൾ ആഡ് ചെയ്തിട്ടുണ്ട്. വേറൊന്നുമില്ല, ഫൈൻഡ് എ വില്ലേജ്. ഒരു വില്ലേജ് എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടുപിടിക്കുക. അത് അടുത്ത എപ്പിസോഡിലേക്ക് നമുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഇതൊന്നും വേറൊന്നുമില്ല. സീക്രട്ട് സെറ്റിങ്സ് ഇതാണ്. ഇവിടുന്ന് പുക വരുന്നുണ്ടോ? ഒരു ക്യാൻസറൊന്നുമല്ല, വേറൊരു സംഭവമാണ്. ഞാൻ കാണിച്ചു തരാം. ഇത് തുറക്കുമ്പോൾ കണ്ടോ ഈ സംഭവം. ഇനി ഇവിടെ നിന്നാണ് ഇത്ര പ്രത്യേകത എന്നുള്ളത്. ഇങ്ങനെ അത് മനസ്സിലായി. അത് കറക്റ്റാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഞാൻ തുറന്നിട്ടുണ്ട്. കറക്റ്റ് നിന്നിട്ട് ഇതുണ്ടോ, ഈ ഒരു പൊസിഷനിൽ എത്താൻ പറ്റും. എന്നിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഇതാണ് ഞാൻ ഉദ്ദേശിച്ച സംഭവം. ഇതിലേ കൂടെ ഞൊഴഞ്ഞ് വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റും. മനസ്സിലായി? ഇതേപോലെ ഇങ്ങനെ നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റും. എന്നിട്ട് ഇവിടെ ലാബുണ്ട്. ഈ ലാബ് വഴി ഇങ്ങനെ വെളിയിലോട്ട് ഇറങ്ങാനും പറ്റുന്നു. ഇതുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം. ഒരു സ്ലീപ്പിക്കുന്നു. ചെറിയ ലാഗായി തുടങ്ങി. അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം. ഇതാണ് നമ്മുടെ സീക്രട്ട് സെറ്റിങ്സ്. ഇതാണ് ഏറ്റവും ഫസ്റ്റ് പറഞ്ഞത് സീക്രട്ട് സെറ്റിങ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. മണ്ടയ്ക്ക് പോയിട്ട് ഞാൻ നിർത്താമല്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരെ നിങ്ങൾക്ക് ഇത് ഇമോട്ടൽ പോയി, അല്ലെങ്കിൽ ഞാൻ ഒരു ഇമോട്ടൽ തന്നെ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.